മൂന്ന് പേരുകളാണ് നെതന്യാഹുവിന്റെ മുന്നിലുള്ള ഹിറ്റ് ലിസ്റ്റിലുള്ളത്. അതിൽ രണ്ടുപേരെയും തീർത്തു കഴിഞ്ഞു. മൂന്നാമൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെയാണ് ഇപ്പോൾ അണ്വായുധങ്ങളുടെ പേരും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇസ്രയേൽ അങ്ങോട്ട് പോയി ഇറാനുമായി കൊമ്പുകോർത്തിരിക്കുന്നത് എന്നത് വ്യക്തം. ലക്ഷ്യം അയത്തുള്ള അലി ഖൊമേനി ആണ് എന്ന് മണിക്കൂറുകൾക്ക് മുൻപും നെതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു. മുട്ടടിച്ച ഖൊമേനി ഇപ്പോൾ ബങ്കറിലുമാണ്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ ഇറാന്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു. സംഘർഷം വഷളാക്കുന്നതിനു പകരം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നത് ഖമേനിയുടെ മരണത്തിലാണെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം. എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനം എടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണ് എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 90% സാധാരണക്കാരാണ് എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസവും തിങ്കളാഴ്ച പുലർച്ചെയും രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമൊക്കെയായി ഇറാനും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി. ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഹൈഫയിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ഇതിനു പുറമെ ടെൽ അവീവിന് സമീപത്തെ ബാത്തിയാമിലും രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായി.